ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഗായ്സ്, ഞാൻ കുറച്ച് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പം ഗായ്സ്, ഇത് ഇന്ന് അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഗായ്സ്, പെയിൻ്റ് എടുത്തു. അടിയിലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ അതിലാണ് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്യുക. കാരണം അവിടെ ആവുമല്ലോ. പിന്നെ എനിക്ക് ഈ പെയിൻറ്റിങ് ബ്രഷ് ഇല്ല, എൻ്റെ ഒരു പെയിൻറ്റിങ് ബ്രഷ് കാണില്ല. അതുകൊണ്ട് ഞാനത് ഈ ഒരു വൈറ്റ് ബ്ലെൻഡിങ് പെൻസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഗൈസ്, എൻ്റെ വൈറ്റിൻ്റെ അവസ്ഥ കണ്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് റെഡാണ് ഗൈസ്. അപ്പം ഇതാ നമ്മൾ വൈറ്റിൽ റെഡ് മിക്സ് ചെയ്തു. അതാണ് ഞാൻ വരച്ച റെയിൻബോ. പിന്നെ ഇതാ ഒരു ഏഞ്ചലിനെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഒന്നും വരയ്ക്കാൻ പോലും കിട്ടുന്നില്ല. പിന്നെ അയച്ചു ഇത് എൻ്റെ ഒരു പേസ്റ്റൽ കളറാണ്. അത് ഇതിൽ പെട്ടൊരു കളറല്ല. അപ്പോൾ അതും യൂസ് ചെയ്തു, ഇങ്ങനെ വരച്ചു. പിന്നെ പിന്നെ വേറെ 2 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ബുദ്ധി കയറി വന്നപ്പം എൻ്റെ ബ്രഷ് പെൻസ് കൊണ്ട് ഞാൻ ആദ്യം ഡാർക്ക് കളർ കൊണ്ട് വരച്ചു. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ ലൈറ്റ് കളറാക്കിയിട്ട് വരച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബ്ലാക്ക് വെച്ചിട്ട് നടുവിൽ ഇതങ്ങനെ ഒരു ഹേർട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ കളറും മൂടി വെക്കുന്നതാണ് ഗൈസിനെ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു A4 എടുത്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ ആയിട്ട് ഞാൻ ഫ്രെയിം ഉണ്ടാക്കാൻ കേട്ടോ. 1 സെൻറ്റിമീറ്റർ മാത്രം മതി. 0 to 1 മാത്രം അളവെടുക്കുക. ഇത് നോക്കിക്കോ, ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. എന്നാലല്ലേ നമുക്കത് മടക്കുമ്പം നമുക്കത് ഇതാവൂല. അതുകൊണ്ടാണ്. ഓക്കെ, 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ലൈന് വരയ്ക്കുക. ഇതുപോലെ ലൈനുകൾ ഇങ്ങനെ 4 എണ്ണമായിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഞാൻ 2 എണ്ണമായി, 3 എണ്ണമായി, 4 എണ്ണമായിട്ടുണ്ട്. കണ്ടോ? ഇനി അടുത്ത സ്ഥലത്ത് ഇതുപോലെ തന്നെ വരച്ചെടുക്കണം. ഇതേപോലെ തന്നെ കേട്ടോ അടുത്ത സ്ഥലത്തും വരച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ പേപ്പറൊന്ന് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് എനിക്കൊന്ന് വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പേപ്പർ തിരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. 1 സെൻറ്റിമീറ്ററിന് എല്ലാ ഭാഗത്തേക്കായിട്ടും നമ്മൾ വരച്ചെടുക്കണം. പേപ്പർ ഫ്രെയിമാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രെയിമാണ് പേപ്പർ ഫ്രെയിം. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് കാണുക. ഓക്കെ, അങ്ങനത്തെ 1, 1, 2, 3, 4 ഒക്കെയായി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. കത്രിക വേണേയാണ്, ആരും മൈൻഡ് ആക്കണ്ട. ഓക്കെ, അങ്ങനെ വീണ്ടും വരയ്ക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാ കാണിക്കുന്നത്, ചിലവർക്കൊന്നും മനസ്സിലാവില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാനിപ്പം ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെയായിട്ട് കാണിക്കുന്നു. എല്ലാ സൈഡിലും 4 സൈഡിലും നമ്മൾ വരയ്ക്കണം. നിങ്ങൾക്ക് വേണ്ടത്ര സൈസിൽ A4 ഷീറ്റ് എടുക്കാം. എടുക്കുന്ന ഷീറ്റിൻ്റെ അത്ര പോലെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ കിട്ടുക വലിപ്പം. അപ്പോൾ ഇനി ലാസ്റ്റ് സൈഡാണ് ഗൈസ്. അവിടെ നിന്ന് കയറിയിട്ടുണ്ട്, അനിയത്തി കയറിയതാണ്. എൻ്റെ ആ ഒരു A4ൻ്റെ ഒരു ബുക്ക് അതങ്ങ് അവൾ കത്രിക കൊണ്ട് കീറി. പിന്നെ അങ്ങനെ തന്നെ വരച്ചെടുക്കുക. 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി. 4 അടുത്തില്ല അല്ലേ. ഓക്കെ, ക്ലാപ്പ്. എല്ലാവരും ഒന്ന് കൈയടിക്കൂ. ഇത് കണ്ടോ, ഇനി നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഇത് വരില്ലേ, അത് നമ്മൾ 4 ഭാഗത്തുള്ളതും കട്ട് ചെയ്ത് കൊടുക്കണം. ഈ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. 4 ഭാഗത്ത് ഉള്ളതും കട്ട് ചെയ്യും. ഞാൻ ആദ്യം വിചാരിച്ചത് വീഡിയോയിൽ കണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഒന്നും സ്റ്റോപ്പൊന്നും ചെയ്തില്ല, അങ്ങനെ തന്നെ ഞാൻ വെച്ചു. ഗൈസ്, 6 മിനിറ്റിൻ്റെ ഒരു വീഡിയോ തോന്നുന്നത്. അപ്പം ഗൈസ്, 4 ഭാഗത്ത് ഞാൻ മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ അല്ലേ. അപ്പം ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. എൻ്റെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ. 2 സൈഡ് ഞാൻ മുറിച്ചു. ഇതൊന്നും ഞാൻ പോസാക്കിയില്ല ഇവിടെ. അപ്പം ഗൈസ്, നിങ്ങളെ വേണം ഇച്ചിരി അടിച്ചു. ഈ ഒരു മുറിക്കുന്നവരടിച്ച് അടുത്ത ഭാഗത്ത് ഇച്ചിരി ഒരു കാര്യം ചെയ്യാനുണ്ട് നമുക്ക്. അപ്പം ഗൈസ്, ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ അവസാനത്തെ മുറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കാര്യമാണ്, നിങ്ങൾ പേനയോ പെൻസിലോ എന്തായാലും മതി. നിങ്ങൾക്ക് ഉള്ളത് സ്കെച്ചൊക്കെ ആയാലും മതി. നന്നായിട്ട് വരച്ചെടുക്കണം. ഞാനൊരു ബ്ലാക്ക് പേനയാണ് എടുത്തിട്ടുള്ളത്.
പിന്നെ ഈ ഒരു നമ്മൾ ഫ്രെയിമിലേക്ക് വരുന്ന സ്ഥലത്തേക്കായിട്ടത് വരയ്ക്കരുത്. ആ ഒരു ലൈന് വിട്ടിട്ട് മൂന്നാമത്തെ ലൈന് മുതൽ ഇതിൽ കാണുന്ന പോലെ മൂന്നാമത്തെ ലൈന് മുതൽ ഇനി അടിയിലും അങ്ങനെ വരച്ചെടുക്കണം. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ അടിയിൽ അങ്ങനെ വരച്ചെടുക്കണം. മേലെ വരയ്ക്കണം, താഴെ വരയ്ക്കരുത്. ഇതുപോലെ തന്നെ അടിയിലും വരച്ചു കൊടുക്കണം. എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? എന്താ ഇതുപോലെ തന്നെ അങ്ങനത്തെ എല്ലാ സ്ഥലത്തും വരച്ചിട്ടുണ്ട്. ഇനി നമ്മളത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു വിട്ട് നിൽക്കുന്ന ലൈനിക്ക് നമ്മൾ എത്തിക്കുക പോലും ചെയ്യരുത്. എത്തിച്ചാൽ അത് ഗൈസ് കൊള്ളായി എന്ന് പറയും. ഇതാ ഗൈസ് ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി നമ്മളത് ഫോൾഡ് ചെയ്യുക. കീറിയ ഭാഗം ഗൈസ് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടാണ് ഫോൾഡ് ചെയ്ത് ആരും മൈൻഡാക്കണ്ടതിന്. ഇതുപോലെ തന്നെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും ലൂസാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തൊരു ഇതുണ്ടാവുമല്ലോ. ഇനി അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാറ്റ് പോലെ മറഞ്ഞിട്ട് കിട്ടും. എന്നിട്ട് അത് ഒരു ഗ്ലൂ ഈ ഒരു ഗ്ലൂ കൊണ്ട് അത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കണോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അതല്ലേ ഞാൻ പറഞ്ഞു തരുന്നതെന്ന്. ഗൈസ് എന്നാലും വെറുതെ പറഞ്ഞു തരാം. ഗ്ലൂ കൊണ്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇനി എല്ലാ ഭാഗവും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച ആ ഫ്രെയിം ഇവിടെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത്ര എളുപ്പം